തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തെ വീണ്ടും വീണ്ടും നിർബന്ധിത സേവനത്തിലേക്ക് തള്ളിവിടുന്ന ക്രൂരമായ നടപടിയാണ് സെലൻസ്കി നടപ്പാക്കുന്നത്. യുക്രൈൻ സൈന്യത്തെ ഭരണകൂടം സംരക്ഷിക്കുന്നതിനും അതുപോലെ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും വലിയ വീഴ്ചകൾ വരുത്തിയതായിട്ടാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങേയറ്റം നീചമായ പ്രവർത്തികളാണ് സൈന്യത്തോട് ഭരണകൂടം ചെയ്യുന്നത്. മരണപ്പെടുന്ന സ്വന്തം സൈനികരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാതിരിക്കുവാനായി യുക്രൈൻ ഭരണകൂടം അവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യത്തിൽപ്പെട്ട് ബലിയാടായി ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വലിയ തോതിലാണ് വർദ്ധിക്കുന്നത്. കൃത്യമായ കണക്ക് പോലും യുക്രൈൻ ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പ്രാദേശിക ശ്മശാനത്തിൽ ഉൾക്കൊള്ളുന്നതിലും അധികമാണ് ഇവരുടെ മൃതദേഹങ്ങൾ. അതിനാൽ മൊബൈൽ ശ്മശാന യൂണിറ്റുകൾ നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ യുക്രൈൻ സൈനികർ തന്നെയാണ് ഇത്തരത്തിൽ തീർത്തും ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. പരിക്കേറ്റവരിലും അധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതിരിക്കാനായി അവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുന്നുവെന്നുമായിരുന്നു അവർ പറഞ്ഞത്. സെലൻസ്കി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് സമാധാന സേന എന്ന ആശയം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ഘട്ടങ്ങൾ പ്രധാന സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്തതായിട്ടാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്നാലെ പോയിട്ട് യാതൊരുവിധ കാര്യവുമില്ലെന്നും സെലൻസ്കിക്ക് ബോധ്യമുണ്ട്. മാത്രമല്ല ആശ്രയങ്ങൾക്കായി മറ്റു വഴികൾ തേടേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇതുകൊണ്ട് യുക്രൈന് ഗുണമുണ്ടാകുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ബ്രിട്ടനും യുക്രൈനും തമ്മിൽ 100 വർഷത്തെ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുമെന്നാണ്. സ്റ്റാർമർ തന്റെ യുക്രൈൻ സന്ദർശനത്തിനിടെയായിരുന്നു ഏറെ നിർണായകമായി ഈ കരാർ പ്രഖ്യാപിച്ചിരുന്നത്. പാശ്ചാത്യ ശക്തികളുടെ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നത് യുക്രൈനെ താൽക്കാലികമായി ഒന്ന് രക്ഷിക്കുക എന്നത് മാത്രമാണ്. സ്റ്റാർമറും സെലൻസ്കിയും ഒപ്പുവെക്കുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കുന്ന കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും അതുപോലെ പ്രതിരോധത്തിലും മറ്റു മേഖലകളിലും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്യുന്നതിനാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിലായിരുന്നു റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ സംഘർഷം കാര്യമായി ഉടലെടുത്തത്. അന്നു മുതൽ ബ്രിട്ടൻ യുക്രൈന്റെ പ്രധാന പിന്തുണക്കാരിൽ ഉൾപ്പെടുന്നുമുണ്ട്. കൂടാതെ യുക്രൈന് 12.8 ബില്യൺ പൗണ്ട് സൈനിക സിവിലിയൻ സഹായങ്ങൾ നൽകുകയും 50,000 യുക്രൈൻ സൈനികർക്ക് ബ്രിട്ടീഷ് മണ്ണിൽ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തുടക്കത്തിൽ യുക്രൈന് നൽകി വന്നിരുന്ന ഈ സേവനങ്ങളൊന്നും റഷ്യയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ യുക്രൈനെ സഹായിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാലാവാം ഇപ്പോൾ വീണ്ടും യുക്രൈൻ ആശ്വാസമായി ബ്രിട്ടൻ രംഗത്ത് വന്നത്. സൈനിക താവളങ്ങൾ, ലോജിസ്റ്റിക് ഡിപ്ലോകൾ, അതുപോലെ കരുതൽ സൈനിക ഉപകരണ സംഭരണ സൗകര്യങ്ങൾ, യുദ്ധക്കരുതൽ ശേഖരങ്ങൾ എന്നിങ്ങനെ യുക്രൈനിൽ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള നിരവധി കാര്യങ്ങളാണ് ബ്രിട്ടന്റെ കരാറിൽ ഉൾപ്പെടുന്നത്. അവ പ്രത്യേകിച്ച് കരിങ്കടൽ മേഖലയിലെ സമുദ്ര സഹകരണത്തിന് കരാർ ഊന്നൽ നൽകുന്നുണ്ട്. സംയുക്ത നാവിക പ്രവർത്തനങ്ങളും തുറമുഖ സന്ദർശനങ്ങളും യുക്രൈൻ നാവിക താവളങ്ങളുടെ വികസനം എന്നിങ്ങനെ സമുദ്ര മേഖലയിൽ നാറ്റോയുമായുള്ള യുക്രൈന്റെ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് ബ്രിട്ടൻ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ. മാത്രമല്ല കുറഞ്ഞത് 2031 വരെ 3 ബില്യൺ പൗണ്ടിൽ കുറയാത്ത വാർഷിക സൈനിക സഹായം യുക്രൈന് നൽകാനുള്ള തരത്തിലും കരാറിൽ വ്യവസ്ഥകളുണ്ട്. കൂടാതെ സൈനിക സാമ്പത്തിക മേഖലയിൽ യുക്രൈനെ ബ്രിട്ടൻ ആജീവനാന്തരം പിന്തുണയ്ക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. തുടക്കത്തിൽ തന്നെ അമേരിക്ക വന്നതും ഇതിലും വലിയ വാഗ്ദാനങ്ങൾ നൽകി സഹായിക്കാമെന്നായിരുന്നു. എന്നാൽ റഷ്യയുടെ കൂടെ നിന്ന് യുക്രൈന്റെ നാശത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞ് അമേരിക്ക പതിയെ പിൻവലിയാൻ തുടങ്ങി. അതിനായി നിരവധി ശ്രമങ്ങളും നടത്തി. കാലാവധി ഏറെക്കുറെ യുക്രൈന് തീരാറായി എന്ന് പറയാം. അതിനാൽ യുക്രൈൻ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. അതിന് പിന്നിലെ പ്രധാന കാരണം എന്തൊക്കെ ചെയ്താലും അത് അവസാനം യുക്രൈന്റെ തലയിൽ തന്നെ വരും. ആ കാര്യത്തിലും ഒരു സംശയവുമില്ല. ഏത് രാജ്യവും സഹായത്തിനായി വന്നാലും യുക്രൈന് വിധി അതായിരിക്കും. ഇനിയും നിരവധി നാറ്റോ രാജ്യങ്ങൾ വന്നാലും റഷ്യയെ അതിരുകടന്ന് പ്രകോപിപ്പിച്ച് ആരും യുക്രൈനെ സഹായിക്കാൻ തയ്യാറാകില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അതിനുള്ള കാരണം റഷ്യയെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്.